അടുത്ത പാർട്ട് ഹാഫ് എ ടി സ്ക്വയർ. ഹാഫ് എ ടി സ്ക്വയറിൽ ഹാഫ് എന്ന് പറയുന്നത് ഒരു ഡൈമെൻഷൻലെസ് കോൺസ്റ്റന്റ്, ഡൈമെൻഷൻ ഫോർമുല ഇല്ലാത്ത ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് ഹാഫ് എന്നുള്ളത് കൊണ്ട് അതിന് ഡൈമെൻഷൻ ഫോർമുല ഇല്ല. ബാക്കി ആക്സലറേഷനും ഉണ്ട്, ഇൻറ്റു ടൈം സ്ക്വയർ ഉണ്ട്, m raised to 0, l raised to 1, t raised to -2. ഇതാണ് ആക്സലറേഷന്റെ ഡൈമെൻഷൻ ഫോർമുല. ഒപ്പം തന്നെ എന്തുണ്ട്, ടി സ്ക്വയർ ഉണ്ട്, ടി സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇതിന്റെ വാല്യൂ കിട്ടുക m raised to 0, l raised to 1, t raised to 0 എന്നാണ്. അപ്പൊ 3 പാർട്ടുകൾ ഈ ഇക്വേഷനിലുണ്ട്. 2 പാർട്ട് RHSലും 1 പാർട്ട് LHSലും. Each and every part in this equation has the same dimension formula, so that this equation is correct. ഈ ഇക്വേഷൻ ഡൈമെൻഷനലി കറക്റ്റ് ആണ്, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് SCLUT പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഇത് ഡൈമെൻഷൻ അനാലിസിസിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ബൈ യൂസിങ് ദിസ് മെത്തേഡ് നിങ്ങൾക്ക് V സ്ക്വയർ